മലബാർ റീജിയനിലെ വാർത്തകളുമായി നമുക്കൊപ്പം വി എസ് രഞ്ജിത്താണ് ചേരുന്നത്. വി എസ് രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. കാലാവസ്ഥ നല്ല തണുത്ത പ്രഭാതമാണ്. എനിക്കൊന്നു കേരളം ഒട്ടാകെ നല്ല തണുത്ത പ്രഭാതമാണ്. ഉഷ്ണതരംഗം പൂർണ്ണമായും അവസാനിച്ചു എന്നതിൻ്റെ ഒരു ആശ്വാസമുണ്ടല്ലേ വി എസ് രഞ്ജിത്ത്? തീർച്ചയായിട്ടും 2 ദിവസം നല്ല മഴ കിട്ടി. അപ്പോൾ മഴയുടെ ഒരു തണുപ്പും ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മോർണിംഗ് ആയി. ഓക്കെ, അപ്പോൾ നല്ലൊരു മോർണിംഗ് ആണ്. പക്ഷേ +1 അപേക്ഷയുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്നിപ്പോൾ വലിയ രീതിയിൽ തലക്കെട്ടിൽ നിറയാൻ പോകുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപേക്ഷ കൊടുത്തു തുടങ്ങുമ്പോഴും ഈ മലബാറിലെ സീറ്റ് പ്രതിസന്ധിക്ക് ഒരു പരിഹാരമായിട്ടില്ല. വടക്കൻ കേരളത്തിൽ ക്ലാസ് മുറികളിൽ അധികം കുട്ടികൾ ഇരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. 50 പേരിരിക്കേണ്ട ക്ലാസ് മുറികളിൽ 65 മുതൽ 70 വരെ കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത്, ആവശ്യത്തിന് കുട്ടികളില്ലാത്ത ക്ലാസുകൾ മറ്റു ജില്ലകളിലുണ്ട് എന്നതും സർക്കാരിന് തലവേദനയാണ്. പക്ഷേ ഈ പ്രശ്നം പതിവ് പോലെ ഒരു മാർജിനൽ ഇൻക്രീസ്, അതല്ലെങ്കിൽ അധിക ബാച്ചുകൾ കുറച്ച് അനുവദിച്ച് തീർക്കാനായിരിക്കുമോ സർക്കാരിൻ്റെ നീക്കം? അതിനെ എങ്ങനെയായിരിക്കും ലീഗും യൂത്ത് ലീഗും ഒക്കെ MSFും ഒക്കെ അതിനെതിരെ പ്രതികരിക്കുക? പ്രത്യേകിച്ച് കോൺഗ്രസ് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തിക്കഴിഞ്ഞു. ലീഗ് ഇതിൻ്റെ സമരം ഏറ്റെടുക്കുന്നു എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. തീർച്ചയായിട്ടും ഇത് മലപ്പുറത്തിൻ്റെ ഒരു വിഷയമായിട്ട് മാത്രമല്ല, വടക്കൻ കേരളത്തിൻ്റെ ഒരു വിഷയമായിട്ട് തന്നെ കണക്കാക്കണം. ഇപ്പോൾ മലപ്പുറത്ത് മാത്രമല്ല, കോഴിക്കോട്ടാണെങ്കിൽ പോലും ഇപ്പോൾ തന്നെ ഒരു 9,000 സീറ്റിൻ്റെ കുറവുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കണ്ണൂരിലും കാസർഗോഡും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം ചർച്ചകൾ ഈ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട സമയത്ത് ഉയർന്നു വരികയും വടക്കൻ കേരളത്തിൽ രാഷ്ട്രീയമായി വലിയ ചർച്ചകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും. പക്ഷേ അവസാനം 1, 2, 3 അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴേക്കും പുതിയ ബാച്ചുകളൊക്കെ താൽക്കാലികമായി അനുവദിച്ച് ഈ സമരങ്ങളുടെ ശക്തി കുറയ്ക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് സർക്കാർ കണക്കാറില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പുതിയ ബാച്ച് അനുവദിക്കുകയാണെങ്കിൽ സർക്കാരിന് അത് സാമ്പത്തിക ബാധ്യതയാവും. ഒരു ബാച്ച് അനുവദിച്ചാൽ അവിടേക്ക് പോസ്റ്റ് അനുവദിക്കേണ്ടതുണ്ട്, ടീച്ചർമാർക്ക് ശമ്പളം മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ പോസ്റ്റ് അനുവദിക്കാനും ബാച്ച് അനുവദിക്കാനും സർക്കാരിന് നിലവിൽ സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാനായിരിക്കും ഇത്തവണയും സർക്കാർ ശ്രമിക്കുക. എന്നാൽ ലീഗ് വലിയ തോതിൽ ഇത്തവണ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. ഈ ലീഗ് CPM-ഉമായിട്ടൊക്കെ ചേർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലീഗ് ഒരു സമരവുമായി മുന്നിട്ടിറങ്ങുന്നു. അതും സർക്കാരിനെതിരെ ഈ +1 പ്രശ്നത്തിലാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം, യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം, MSFനെ സംബന്ധിച്ചിടത്തോളം വളരെ കാലമായി അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഈ +1. ഓക്കെ വി എസ് രഞ്ജിത്ത്, നമുക്കൊപ്പം അഷ്കർ അലി കൂടി ചേരുന്നുണ്ട്. നമുക്ക് അഷ്കർ അലിയോട് പോകാം. അതിന് മുൻപ് ശ്രമിക്കണം, മുബഷീറാണ് നമുക്കൊപ്പം ചേരും. മുബഷീറിലേക്ക് പോകുന്നതിന് മുൻപ് മലബാർ മേഖലയിലെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പ്രേക്ഷകരോട് പറയാം. പന്തീരങ്കാവ് ഗാർഹിക പീഡനത്തിന്റെ പ്രതി രാഹുലിനെ വീട്ടിലെത്തിച്ച് പോലീസ് മൊഴിയെടുക്കും എന്നൊരു വാർത്തയുണ്ട്. അമ്മയും സഹോദരിയെയും ചോദ്യം ചെയ്യും. രാഹുൽ വിദേശത്തേക്ക് കടന്നതായി സൂചനയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വടക്കൻ കേരളത്തിൽ നിന്ന് വരുന്നത്, വടകരയിൽ സർവകക്ഷി യോഗത്തിന് കോൺഗ്രസിനില്ല എന്നൊരു വാർത്തയുണ്ട്. ലീഗിൻ്റെ ആവശ്യം അംഗീകരിക്കാതെ കോൺഗ്രസ് ഇപ്പോൾ പിണങ്ങി നിൽക്കുന്നു. കാഫിർ പ്രചരണത്തിൽ പ്രതിയെ പിടിച്ച ശേഷം മതി സർവകക്ഷി യോഗമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. കേസ് അന്വേഷണവും സർവകക്ഷി യോഗവും സമാന്തരമായി വേണമെന്നാണ് ലീഗിൻ്റെ ആവശ്യം. എൻഡോസൾഫാൻ ദുരിതബാധിതർ രാപ്പകൽ സമരത്തിന് എന്നൊരു വാർത്തയും മലബാർ മേഖലയിൽ നിന്ന് വടക്കൻ കേരളത്തിൽ നിന്നെത്തുന്നു. സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് സമരം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വി എസ് രഞ്ജിത്ത് ഈ വാർത്തയുടെയൊക്കെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്തും. വി എസിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി നമുക്ക് നേരത്തെ വി എസ് +1 കാര്യത്തിൽ സീറ്റ് ക്ഷാമത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകിയിരുന്നു. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്നും നമുക്കൊപ്പം മുബഷീർ ചേരുന്നുണ്ട്. മുബഷീർ, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ വി എസ് രഞ്ജിത്ത് പറഞ്ഞതുപോലെ വടക്കൻ കേരളത്തിൽ ഒന്നാകെ, അത് മലപ്പുറം ജില്ലയുടെ പ്രശ്നം മാത്രമല്ല, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലൊക്കെ ഈ സീറ്റ് പ്രതിസന്ധിയുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്താണ് എന്നതാണ് വസ്തുത. പക്ഷേ അപ്പോഴും സർക്കാർ അതിനെ നിരാകരിക്കാൻ ശ്രമിക്കുന്നത് ഡിപ്ലോമ കോഴ്സുകളുടെ കൂടി സീറ്റുകളൊക്കെ കാണിച്ചുകൊണ്ടും മാർജിനൽ ഇൻക്രീസ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്നാണ്. ഒരു മാർജിനൽ ഇൻക്രീസ് കൊണ്ട് ഇത്തവണയും പ്രശ്നപരിഹാരത്തിന് സർക്കാർ വരുമ്പോൾ എങ്ങനെയായിരിക്കും ലീഗും UDFും അതിനോട് പ്രതികരിക്കുക? അതായത് അരുൺകുമാർ, നമുക്കറിയാം, കേവലം വാദപ്രതിവാദങ്ങൾക്കപ്പുറത്ത് ഇക്കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്ന് PK കുഞ്ഞാലിക്കുട്ടി നമ്മുടെ മോർണിംഗ് ഷോയിൽ തന്നെ അരുൺകുമാറിനോട് സൂചിപ്പിച്ചിരുന്നു. അതേ നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. 18-ാം തീയതി ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം വിശദമായ സമര പരിപാടികൾക്കായിരിക്കും രൂപം നൽകുക. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ പോഷക സംഘടനകളായിരിക്കും സമരരംഗത്തുണ്ടാവുക. പിന്നീട് ഇക്കാര്യത്തിൽ അടിയന്തരമായി സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ രൂക്ഷമായ സമരപരിപാടികളുമായി രംഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ +1 സീറ്റുകളുടെ സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ മലബാറിന് ഏതൊക്കെ തരത്തിൽ അവഗണന നേരിടുന്നുണ്ട് എന്ന് കണക്കുകൾ കൃത്യമായും തെളിയിക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിൽ
വിദ്യാർത്ഥികളില്ലാത്ത ബാച്ചുകൾ, അതായത് 50 സീറ്റുകളുള്ള ക്ലാസ്സുകളിൽ 25 കുട്ടികൾ വരെ ഇരുന്ന് പഠിക്കേണ്ട സാഹചര്യം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണക്കുകൾ നമ്മളെ തെളിയിക്കുന്നത്. പത്തനംതിട്ടയിലും എറണാകുളത്തിലും ആലപ്പുഴയിലും ഒക്കെ തന്നെ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ വടക്കൻ കേരളത്തിൽ 60-ലധികം കുട്ടികൾ ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചു 10,000-ലധികം കുട്ടികളും പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും ഇത്തരത്തിൽ ബാച്ച് ലഭിക്കാൻ, അതായത് സീറ്റ് ലഭിക്കാത്ത ഒരു സാഹചര്യം വടക്കൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഉണ്ടായി എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ കണക്ക്. ഇത്തവണത്തെ SSLCയുടെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ സമാനമായ ഒരു സാഹചര്യം മലബാറിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം പത്തനംതിട്ടയിൽ 31 സ്കൂളുകളിലായാണ് +1 കഴിഞ്ഞ വർഷം 25-ൽ താഴെ കുട്ടികളുണ്ടായിരുന്നത്. എറണാകുളത്തേക്ക് എത്തുമ്പോൾ 19 ബാച്ചുകളിലും ആലപ്പുഴയിൽ 18 ബാച്ചുകളിലും പഠിക്കാൻ 25-ലേറെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കണക്കുകൾ നമ്മളെ മനസ്സിലാക്കുന്നത്. ഇടുക്കിയിൽ 11, കൊല്ലം ജില്ലയിൽ 7, തൃശ്ശൂരിൽ 6, തിരുവനന്തപുരത്തെ ഒരു ബാച്ചും പ്രവർത്തിച്ചത് 25-ൽ താഴെ കുട്ടികളുമായാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും മലബാറിലേക്ക് എത്തുമ്പോൾ 60-ലധികം കുട്ടികളെ ഒരു ക്ലാസ്സിലിരുന്ന് പഠിപ്പിക്കുമ്പോഴും നിരവധി കുട്ടികൾ പുറത്താണ് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിലാണ് സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണ്ടത്. നേരത്തെ KT ജലീലിനെ പോലെയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ് അദ്ദേഹം. അത്തരത്തിലുള്ള ആളുകൾ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് തെക്കും വടക്കും നോക്കാതെ PK അബ്ദുറബ്ബ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മന്ത്രി ലീഗ് കൈകാര്യം ചെയ്തിരുന്ന കാലത്തെ സീറ്റുകൾ നൽകിയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇടതു സർക്കാരിന്റെ ഭാഗത്തും ആ നിലയിലുള്ള ഒരു സമീപനം തന്നെയാണ് തുടരുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിപ്പോർട്ടുണ്ട്. നമുക്ക് അല്പസമയത്തിനുള്ളിൽ വിശദമായിട്ട്